പണ്ടത്തെ ഗർഭിണികളുടെ സ്റ്റാറും കാലം മാറിപ്പോയപ്പോൾ ആ സ്റ്റാർ കിരീടം കിട്ടിയവരിൽ ഒരാളെയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്നല്ലേ, കുറച്ച് പേർക്കെങ്കിലും കത്തിക്കാണും. വേറെ ആരുമല്ല, നമ്മുടെ മസാല ദോശ. ആള് പണ്ട് ഗർഭിണികളുടെ ഒരു സ്റ്റാർ തന്നെയായിരുന്നു. എല്ലാ ഫിലിംസിലും ഗർഭിണിയായി എന്ന് പറഞ്ഞാൽ മസാല ദോശ അല്ലെങ്കിൽ പച്ചമാങ്ങ അല്ലേ. പക്ഷേ ഇന്നത് കുറച്ചങ്ങോട്ട് മാറിയിട്ടുണ്ട്. ആ സ്റ്റാർ കിരീടം കുറച്ച് പേർക്കെങ്കിലും വീതിച്ച് കിട്ടിയിട്ടുണ്ട്. അതാരൊക്കെയെന്നറിയില്ലേ? നമ്മുടെ ഷവർമയും മന്തിയും അൽഫാമും അങ്ങനെ പോകുന്നു നീണ്ട നിര. ഇതിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സാൻഡ്വിച്ചിൽ നിന്ന് വിടും ചെയ്തു എന്നാൽ പിസയിൽ എത്തും ചെയ്തില്ല എന്ന് പറഞ്ഞൊരു പിസയാണ്. ഓക്കെ, ആദ്യം നമുക്ക് നമ്മുടെ സ്വന്തം മസാല ദോശ ഉണ്ടാക്കാം. കുറച്ച് എണ്ണ ഒഴിക്കുക ചട്ടിക്ക്, അതിൽ കടുക് പൊട്ടിക്കുക, കറിവേപ്പിൻ്റെ ഇല ഇടുക, ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇടുക. അതൊന്നും ഇങ്ങടെ ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് വലിയ ഉള്ളി ഇടുക. വലിയ ഉള്ളി വല്ലാതെ വാടരുത്. അതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് വെക്കുക. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചട്ടിയിൽ നല്ലൊരു ദോശ ചുടുക. തീ കുറയ്ക്കാതെ തന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ ഈ മസാല അതിലേക്ക് ഇടുക, മറിച്ചിടുക. മസാല ദോശ റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ സാൻഡ്വിച്ചിൽ നിന്ന് വിട്ട് പിസയിലെത്താത്ത ആ ഐറ്റം ഉണ്ടാക്കാം. എന്താണെന്നല്ലേ, പേര് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലേ. ആദ്യം കുറച്ച് പാലെടുക്കുക. അതിലേക്ക് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ മുട്ടയും ഉടച്ചൊഴിക്കാം കേട്ടോ. ഞാൻ മുട്ട എടുത്തിട്ടില്ലേ. എന്നിട്ട് അതിൽ മുക്കി നമ്മുടെ ബ്രെഡ് ഇങ്ങനെ പൊരിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് കയ്യിലുള്ള ചീസുകൾ, എൻ്റെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടായിരുന്നു, പിന്നെ ക്രീം ചീസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത്, ഈ സാധനത്തിന് പേരിടാത്തതിന് വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ എന്തൊക്കെ പരീക്ഷിച്ചാലും അതൊക്കെ സൂപ്പറാണെന്ന് പറഞ്ഞ് എന്നെ താങ്ങുന്ന എനിക്ക് കുറച്ച് അനിയത്തിമാരും അനിയന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ. എന്തുണ്ടാക്കുമ്പോഴും പുതിയതായിട്ട് എന്ത് പരീക്ഷിക്കാനും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. മക്കളുണ്ടായപ്പോൾ കുറച്ചും കൂടെ കൂടി. അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്നൊരു സന്തോഷം നമ്മുടെ സന്തോഷം. ഏതൊരു സിനിമയിൽ തിലകൻ ചേട്ടൻ പറഞ്ഞ പോലെ തീറ്റിക്കുന്നതാണ് നമ്മുടെ ഒരു സന്തോഷം, അല്ലാതെ തിന്നുന്നതല്ല. ഇതൊക്കെ വെച്ച് ഞാൻ എൻ്റെ മക്കൾക്ക് ഒരു തവണ ഫ്രഞ്ച് ഫ്രൈസ് പരീക്ഷിച്ചു. അന്ന് ഞാൻ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കി. ഇതുണ്ടാക്കുന്ന ഇടയിൽ എൻ്റെ 4.5 വയസ്സുള്ള എൻ്റെ മോൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉമ്മ, ഇറ്റ്സ് ജസ്റ്റ് പൊട്ടാറ്റോ ഫ്രൈ മാ, നോ ടേസ്റ്റ് ലൈക്ക് ഫ്രഞ്ച് ഫ്രൈസ്. അച്ചക്കൻ ഇതുപോലെ തന്നെ പറഞ്ഞത്. ഒരു നിമിഷം ഞാൻ പകച്ചു പോയി. അവൻ കാണുന്ന ഏതോ വ്ളോഗിൽ അവരുടെ അമ്മമാർ അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത്രേ. ആ തള്ളയ്ക്ക് വേറെ പണിയില്ലയെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ന്യൂ ജനറേഷൻ പാരൻറ്റിങ്ങിൽ അങ്ങനെ പാടില്ലല്ലോ. നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ ചീസിനും സോസിനൊക്കെ ശേഷമേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്ക്ഡ് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് ഇടാം. അതുപോലെ ചിക്കൻ ഇടാം. ഞാനിവിടെ നഗറ്റ്സ് ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ ഒലീവ്സ് ഇട്ടിട്ടുണ്ട്, ലെറ്റസും ഇട്ടിട്ടുണ്ട്. സംഭവം ഈസി. ഞാൻ എന്തോ ആവി കയറ്റാൻ വേണ്ടി വെച്ച പാത്രം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഒന്ന് ആവിയും കയറ്റി കൊടുത്തു. സംഭവം ഉഷാറ്. അപ്പോൾ നമ്മൾ ഗുഡ് പാരൻറ്റിങ്ങിനെ കുറിച്ചൊന്ന് മുന്നേ പറഞ്ഞല്ലോ. മക്കളോട് അവരെപ്പോലെ ആവണം, മറ്റവരെ പോലെ ആവണം എന്നൊന്നും പറഞ്ഞ് പഠിപ്പിക്കരുത് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വരുന്നത് ഇപ്പോൾ. പക്ഷേ നമുക്ക് ഇത് വിട്ടു പോവില്ല തോന്നുന്നു. നമ്മുടെ പാരൻസാണ് നമ്മളോട് പണ്ട് അവർ നോക്കൂ ഇവരെ നോക്കൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് വരുന്നത് നമ്മുടെ മക്കളാണ്. നമ്മളെ കൊണ്ടേ ഇത് പോകുന്ന തോന്നുന്നത്. എന്നിരുന്നാലും നമ്മൾ മക്കളോട് പറയാതിരുന്നാൽ മതി. ശിവന്മാരോടൊക്കെ പറഞ്ഞു നോക്കിയാൽ കേൾക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എൻ്റെ മക്കളിങ്ങനെയാണ്. ഇനി നിങ്ങളെങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ. എല്ലാവർക്കും ഇതുപോലത്തെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയുകൊണ്ടു. കണ്ടില്ലേ, ഇതിങ്ങനെ ആവി കയറ്റാം. അല്ലെങ്കിൽ ഓവനുള്ളവരാണെങ്കിൽ ചീസ് ഒന്ന് ചൂടാവുന്നവരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. സംഭവം ഉഷാറാട്ടാ. ഞാൻ വെറുതെ ഒരു പരീക്ഷണം നടത്തിയതാ. ഇങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്ത്. എങ്ങനെയുണ്ട്? ഓക്കെ.